ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ആറ്റിങ്ങിൽ നിന്നും കഴക്കൂട്ടത്തേക്കുള്ള മെയിൻ ഹൈവേ റോഡിൽ നിന്നും വെറും 700 മീറ്റർ മാത്രം ദൂരത്തിലാണ് ഉള്ളത്. ഇവിടെ അടുത്താണ് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സ്കൂളുള്ളത്. ഇവിടെ 24 സെൻറ്റിൽ 3200 സ്ക്വയർ ഫീറ്റിൽ ഫുള്ളി റെഡ് ബ്രിക്കിൽ മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള വെറും 1.5 വർഷം പഴക്കം മാത്രമുള്ള ഒരു അടിപൊളി ഇരുന്നിൽ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു. നിങ്ങൾ ഈ ഒരു ലൊക്കേഷനിൽ 2 കോടിക്കകത്ത് ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. നമുക്ക് നേരെ ചുറ്റും അതിലെ കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ പോയിട്ട് 2 CCTV ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് ഗേറ്റ് നമുക്ക് ഇപ്പം മാനുവലാണ്, ഓട്ടോമാറ്റിക് ആക്കാൻ പറ്റുന്ന ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ ഫുള്ളി 24 സെൻറ്റാണ്. ഈ ഒരു ചുറ്റുമതിലിൻ്റെ ഒരു കോസ്റ്റ് മാത്രം നോക്കുവാണെങ്കിൽ അന്ന് 5 ലക്ഷത്തിന് മുകളിലാണ്, ഇന്നാണെങ്കിൽ അതിൽ കൂടുതലാവും. പിന്നെ 24 സെൻറ്റാണ് ടോട്ടലി. അതിൻ്റെ ഒരു പെർസെൻറ്റ് കോസ്റ്റ് 4 ലക്ഷം രൂപ മുകളിൽ വരും. അങ്ങനെ കൂട്ടിയാൽ തന്നെ 1 കോടി രൂപ ഈ പ്ലോട്ടിന് മാത്രമായി, ലാൻഡ് കോസ്റ്റ് മാത്രം 1 കോടിയായി. ബാക്കിയാണ് വീടിൻ്റെ പ്രൈസ് വരുന്നത്. 3200 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഈ കാർ പാർക്ക് അല്ലെങ്കിൽ ഫുള്ളി ഗാർഡനാക്കി മാറ്റാൻ പറ്റുന്നതാണ്. ഇനി ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് കവേഡായിട്ടുള്ള കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുറ്റത്തായിട്ട് വീണ്ടും നമുക്ക് എന്താണ് ഒരു 6-7 കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവിടെ മാത്രമുണ്ട്. അതുപോലെ ഇവിടെ അടുത്തൊക്കെ ഒരുപാട് വീട്ടിലുള്ള ഏരിയ, നല്ല ലൊക്കേഷനാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ട് സിറ്റ് ഔട്ടിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് ഒരു ഫ്രണ്ടിൽ ഈ വലതുവശത്തായിട്ട് ഒരു ഫിഷ് പോണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ഫിഷും ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാണ്. അപ്പോൾ നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് വരാം. ഇവിടെ ഫുള്ള് ലിപ്പോദ്ര ഗ്രാനൈറ്റാണ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത്. ബ്രാൻഡഡ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടൊരു സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, പത്രമൊക്കെ വായിച്ചിരിക്കാൻ വേണ്ടിയിട്ടും. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. കവേഡായിട്ടുള്ള കാർ പോർച്ചാണ്. ഇലക്ട്രിക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രണ്ട് കട്ട്ലയും കതക് നിർമ്മിച്ച തേക്കിലാണ്. അത് ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ലിവിങ് ഏരിയയിലെ കാഴ്ചകളിലേക്ക് വരാം. നേരെ വരുന്നത് ഒരു നല്ലൊരു ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടെ ആയിട്ട് വലിയൊരു TV കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാ ക്യാമറ എല്ലാം CCTV ക്യാമറയിലേക്ക് കണക്റ്റഡ് ആണ്. അതുപോലെ ഇവിടെ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗ് ചെയ്തിട്ടില്ല, BLDC ഫാനാണ് എല്ലാ റൂമിലും കൊടുത്തിരിക്കുന്നത്. അതുകൂടെ സ്വിച്ച് ബോർഡ് അല്ലെങ്കിൽ ബ്ലാക്ക് തീമിലുള്ള ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയ കാഴ്ചകളിലേക്ക് വരാം. ഒരു ഫോയറിലായിട്ട് ഒരു ദിവാൻ കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം UPVC വിൻഡോ കൊടുത്തിരിക്കുന്നത്. അവിടെ ബ്ലൈൻഡ്സും കൊടുത്തിട്ടുണ്ട്. അവിടെ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലാണ്. ഇതെല്ലാം തേക്കിലാണ് ഈ ചെയറെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് ഒരു ക്രോക്കറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം BLDC ഫാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സ്റ്റെയറിൻ്റെ അടിയിലാണ് ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നത്. അത് കഴിഞ്ഞ ഒരു വാഷ് ബേസിൻ ഏരിയ ഉണ്ട്. ഇവിടെ ഒരു പ്രൈവസി ആയിട്ടാണ് വാഷിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് മിറർ ടച്ച് ചെയ്തുകൊണ്ട് കാർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മിററാണ് കൊടുത്തിരിക്കുന്നത്. 6Kയുടെ വാഷ് ബേസിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ താഴെയും കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോയറിലായിട്ട് ഒരു പ്രയർ റൂമും കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ആയിട്ടുള്ള ഡോറോ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ല സ്പേസ് ഉള്ളൊരു പ്രയർ റൂം തന്നെയാണ്. അതിനകത്തായിട്ട് ഇവിടെ ആയിട്ട് DBയും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ലെഗ്രൻ എന്ന ബ്രാൻഡ് തന്നെയാണ്. അത് കൂടാതെ തന്നെ ഇവിടെ ആയിട്ടൊരു വാഷിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുക്കളയിലെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റിലേക്ക് വരുന്നത് ഒരു പ്രധാന അടുക്കളയിലേക്ക്. അത് കഴിഞ്ഞ് വീണ്ടും 2 അടുക്കള ഉണ്ട്. ഇവിടെ ഡോർ കൊടുത്തിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ പോലെ ചെയ്തിരിക്കുകയാണ്. വേണമെങ്കിൽ ക്ലോസ്ഡ് ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. ഇവിടെ എല്ലാം ഫുള്ളി യൂസ് ചെയ്തിരിക്കുന്ന മറൈൻ പ്ലേ ആണ്. അതിൽ ലാമിനേഷൻ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ഇവിടെ ബോഷിൻ്റെയാണ് ഹുഡ് ആൻഡ് ഹോബ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് വലിയൊരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു പുള്ളി യൂണിറ്റാണ്. ഇതെല്ലാം വാറണ്ടി ഉള്ളതാണ്. ഇപ്പോൾ 1.5 വർഷം ആയിട്ടുള്ളൂ. ഈ അടുക്കളയിൽ ഈ എയർ ഫെയർ ഒഴിച്ച് ബാക്കി എല്ലാം നിങ്ങൾക്ക് സ്വന്തമാണ്. ഫ്രിഡ്ജെല്ലാം സ്വന്തം തന്നെയാണ്. അതുപോലെ ഈ ഫ്രിഡ്ജൊക്കെ എല്ലാം ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രിഡ്ജാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഡോറാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടെ ഒരു വേറെ പ്രത്യേകത ഉണ്ട്. ഇതെല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ്. ഇതിപ്പോൾ നമ്മളിതാ ക്ലോസ് ചെയ്ത് അവിടെ പോയിട്ട് സ്ലോ ആയിട്ട് ക്ലോസ് ആയിക്കോളും. ഫുള്ളി സോഫ്റ്റ് ക്ലോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം മറൈൻ പ്ലേ ആണ്. അതിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്ലൈവുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് വരാം. അതാണ് ഫസ്റ്റ് വർക്ക് ഏരിയ. ഇവിടെയും ഹുഡ് ആൻഡ് ഹോബ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്നത് മറൈൻ പ്ലേ തന്നെയാണ്. ഇവിടെ വെജിറ്റബിൾ യൂസ് ചെയ്യാൻ പ്രത്യേകിച്ച് തന്നെ ആ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഇഞ്ചക്ഷൻ കുക്കർ മാത്രം സ്വന്തമല്ല, ബാക്കിയെല്ലാം നിങ്ങൾ സ്വന്തമാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ മൂന്നാമത്തെ ഒരു വർക്ക് ഏരിയയിലേക്ക് പോകാം. ഇത് പ്രത്യേകിച്ച് പിന്നീട് ചെയ്തതാണ്. ഈ വീട് ആദ്യം ചെയ്തപ്പോൾ ഇതില്ലായിരുന്നു. ഇത് രണ്ടാമതാണ് ഈ ഒരു വർക്ക് ഏരിയയുടെ ചെയ്ത്. ഇവിടെ നമുക്ക് പുകയില്ലാത്ത അടുപ്പുണ്ട്. അതുകൂടാതെ തന്നെ അമ്മിയൊക്കെ യൂസ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അമ്മിയുണ്ട്. ഇവിടെ ആയിട്ട് പ്രത്യേകിച്ച് തന്നെ സിങ്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വണ്ടി വേണമെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ ഇവിടെ വരെ ഒരു കാർ വരെയുള്ള സ്പേസ് ഉണ്ട്. അത്രയും വീതി ഉണ്ട് അവിടേക്ക്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെ താഴെ 2 ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിൽ 2 ബെഡ്റൂമാണ്. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരാം. നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെ ആയിട്ടും ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. വലിയ വിൻഡോ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ ബെഡും എല്ലാം നിങ്ങൾക്ക് സ്വന്തമാണ് ഇതെല്ലാം. അതുപോലെ ഇവിടെ ആയിട്ട് ചെറിയ ഒരു കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡെല്ലാം ലെഗ്രൻ്റെ മെറിയ സീരീസിലുള്ള ഒരു ബ്ലാക്ക് തീമിലുള്ള ബോർഡാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് നേരെ ഫോയറിലേക്ക് വരാം. ഈ ഫോയറിലാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത്. ഇവിടെ ആയിട്ട് വാർഡ്രോബ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൂടാതെ ഇവിടെ ആയിട്ടാണ് വാഷ്റൂം വരുന്നത്. ഈ വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഫുള്ളി നമുക്ക് സീലിംഗ് ഹൈറ്റ് വരെ ടൈൽ ഒടിച്ചിട്ടുണ്ട്. അതിന് വേറെ പ്രത്യേകത ഫുള്ള് റെയിൻ ഷവർ പോലത്തെ ഷവറാണ് കൊടുത്തിരിക്കുന്നത്. ഫിറ്റിങ്സ് എല്ലാം RIK ക്ലോസറ്റ് എല്ലാം RIK യൂസ് ചെയ്തിരിക്കുന്നത്. സൈഫോണിക് സീരീസിലുള്ളതാണ്. അപ്പോൾ വളരെ നീറ്റായിട്ടാണ് വാഷ്റൂം ഒക്കെ ചെയ്തിരിക്കുന്നത്. എല്ലാം ഫുള്ള് റെഡ് ബ്രിക്കാണ്. നേരത്തെ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. ഇവിടെ എല്ലാം റെഡ് ബ്രിക്ക് മാത്രം, ചുടുകല്ല് മാത്രമേ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ റൂമിലേക്ക് പോകാം. ഇതാണ് രണ്ടാമത്തെ റൂം. ഈ രണ്ടാമത്തെ റൂം നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ്ഫുൾ റൂം തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്, അത്രയും സ്പേസ്ഫുൾ റൂം തന്നെയാണ്. ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം ബ്രാൻഡഡ് ടൈൽസ് തന്നെയാണ്. മുകളിലും BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്, AC കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇളക്കിയെടുക്കില്ല, എല്ലാം നിങ്ങൾക്ക് സ്വന്തമാണ്. ഇതെല്ലാം ഫുള്ള് ബ്ലൈൻഡ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഒരു ഡ്രസ്സിങ് ഏരിയയിലേക്ക് വരാം. ഇവിടെ ആയിട്ടാണ് പ്രത്യേകിച്ച് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. അപ്പർ ഗ്യാമൻറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാം മറൈൻ പ്ലേ തന്നെയാണ്, ലാമിനേഷനാണ്. അതുപോലെ ഇവിടെ ആയിട്ട് വാഷ്റൂം നോക്കുകയാണെങ്കിലും സീലിംഗ് ഹൈറ്റിലോ ടൈൽ ഒടിച്ചിട്ടുണ്ട്. അല്ല, എല്ലാം ഫിറ്റിങ്സ് എല്ലാം RIK തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി 2 ബെഡ്റൂം മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലെ കാഴ്ചകളിലേക്ക് പോകും. സ്റ്റെയറിലേക്ക് വരുമ്പോൾ നല്ല വീതിയുള്ള സ്റ്റെയർ കേസാണ്. അതുപോലെ ഹൈറ്റും വളരെ കുറവാണ്. സ്റ്റെപ്പിൻ്റെ ഒരു വീതി നോക്കുകയാണെങ്കിൽ 8 ഇഞ്ചിൻ്റെ മുകളിൽ വരുന്നതാണ്. ഫുള്ള് ലപ്പോത്ര ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫുള്ള് ഇവിടെ ആയിട്ട് സ്റ്റെപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. ഇവിടെ ആയിട്ട് ഫ്യൂച്ചറിൽ ഒരു ലിഫ്റ്റ് വയ്ക്കുകയാണെങ്കിൽ പോലും അതിനുള്ള സ്പേസ് കൂടെ ഉണ്ട്. വേണമെങ്കിൽ ലിഫ്റ്റ് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് ഇവിടെ വലിയ ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. വീണ്ടും മുകളിലേക്ക് പോകാം. ഇവിടെ ആയിട്ട് UPVC വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും DB കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെയും 2 ബെഡ്റൂമുകളാണ്. ആദ്യം നമുക്ക് ഇവിടുത്തെ ബാൽക്കണി കാഴ്ച കണ്ടിട്ട് റൂമിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ബാൽക്കണി ഏരിയയിലേക്ക് വരാം. ഈ ഒരു ബാൽക്കണിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ടൊരു സിറ്റിംഗ് സ്പേസ് കൊടുത്തിരിക്കുകയാണ്. ഇത് കൂടാതെ ഒരു ഗസീബോ സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിവിടെയും ലെപ്പോത്ര ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഗസീബോ സ്പേസ് നോക്കുകയാണെങ്കിൽ ഫുള്ളി വാട്ടർ പ്രൂഫ് ആയിട്ടാണ് ഈ ഒരു ടൈൽസ് എല്ലാം ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ടും ടഫൺ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫുള്ളി ഹാങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഒരു കോഫി ടേബിളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് മനോഹരമാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഒരു വേറൊരു സ്പേസ് ഉണ്ട്. ഒരു ചെറിയൊരു ഹോം തിയേറ്റർ പോലെ റൂമുണ്ട്. അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് ചെറിയൊരു TV യൂണിറ്റൊക്കെ വയ്ക്കാൻ പറ്റി ചെറിയൊരു ഹോം തിയേറ്റർ കൊടുത്ത റൂമാണ്. അപ്പോൾ ഇവിടെ നിന്നും ഒരു ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അയൺ ചെയ്യാൻ വേണ്ടി യൂട്ടിലിറ്റി ഏരിയയൊക്കെ ആക്കി എടുക്കാൻ പറ്റുന്ന റൂമാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇത് കൂടാതെ തന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടുള്ള കാഴ്ചകളിലേക്ക് പോകും. ഒരു വലിയ വിശാലമായിട്ടുള്ള വലിയൊരു ബാൽക്കണിയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ടൈൽ തന്നെയാണ്. ഈ യൂസ് ചെയ്തിരിക്കുന്ന ടെറാക്കോട്ട ജാളിയാണ്. അതിൽ ആ ഒരു റെഡ് പെയിൻറ്റ് മാറ്റിയിടുന്ന വൈറ്റ് അടിച്ചിരിക്കുകയാണ്. ഫുള്ളി ക്ലേ തന്നെയാണിത്. ഇവിടെ നിന്ന് ഈ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ആക്സസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു GE ട്യൂബിൽ ഗ്രില്ലിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു സേഫ്റ്റി ഗ്രില്ലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ ഈ വീട്ടിലെ 3ാമത്തെ റൂമിലേക്ക് വരാം. ഈ റൂം നോക്കുവാണെങ്കിൽ നമ്മൾ എല്ലാ റൂമും ഒരേ സൈസുള്ള റൂം തന്നെയാണ്. അവിടുത്തെ ബ്ലൈൻഡ്സ് നോക്കുവാണെങ്കിൽ എല്ലാം ഒരേ പാറ്റേൺ തന്നെയാണ്. ഇവിടെ ആയിട്ട് AC കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് നമുക്കൊരു സിസ്റ്റം യൂസ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടേബിൾ കാണാം, കബോർഡും കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. ഇനി നമ്മൾ നേരെ വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. ഇവിടെ തന്നെ നമ്മൾ എല്ലാ റൂമിലും കണ്ടുകൊണ്ട് തന്നെയാണ്. ഇവിടെ തന്നെയാണ് വാർഡ്രോബ് വരുന്നത്. അതുപോലെ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വാഷ്റൂമിൻ്റെ സ്ഥാനം അതുപോലെ തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന RIK തന്നെയാണ്. ഇവിടെ ഹീറ്ററിൻ്റെ ഓപ്ഷൻ വരാം. ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഇളക്കിയെടുക്കില്ല, എല്ലാം നിങ്ങൾ സ്വന്തമാണ്. ഈ 2 ഡമ്പൽ ഒഴിച്ച്. അപ്പോൾ നമുക്ക് നേരെ ഇനി 4ാമത്തെ റൂമിലേക്ക് പോകും. 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു 4ാമത്തെ ബെഡ്റൂം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. അതേ സ്പേസുള്ള റൂം തന്നെയാണ്. അതുപോലെ ആ ഒരു ബ്ലൈൻഡ്സ് ഇവിടെ 2 സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതിലും ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടെയും വാർഡ്രോബിൻ്റെ സ്ഥാനം അതുപോലെ തന്നെയാണ്. ഫുള്ള് നടുക്കായിട്ട് മിറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു റൂമിൽ യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. അതുപോലെ ഇവിടെ ആയിട്ട് വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഇവിടെ ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു റെയിൻ ഷവർ പോലെ കൊടുത്തിട്ടുണ്ട്. RIK ഫിറ്റിങ്സ് തന്നെയാണ്. എല്ലാം വാറൻറ്റി ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഓപ്പൺ ടെറസിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ടെറസിലേക്ക് വരാം. ഇവിടെ ആയിട്ട് ഫുൾ വാട്ടർ പ്രൂഫ് കോട്ടേറ്റാണ് ടൈൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ടിലോടാണ് വരുന്നത്. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളതാണ്. ഇതിൻ്റെ ബ്രാൻഡിനെ നോക്കുകയാണെങ്കിൽ പേര് LG ആണ്. ഇതെല്ലാം നിങ്ങൾ സ്വന്തമാണ്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇനി ഇവിടുന്ന് കറങ്ങി പോകാൻ പറ്റും. ചെറിയൊരു ബാൽക്കണിയിൽ തന്നെ ഈ ഒരു ഭാഗത്തും സ്പേസ് ഉണ്ട്. ഇവിടെ എല്ലാം GI ട്യൂബിൻ്റെ ഹാൻഡ് റൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ആശ കെട്ടാൻ വേണ്ടിയുള്ള ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ടാണ് ഓപ്പൺ ടെറസ് അല്ലെങ്കിൽ റൂഫ് ടോപ്പ് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകും. ഇവിടെയാണ് റൂഫ് ടോപ്പ് ഏരിയ. ഇവിടെയാണ് നമുക്കൊരു ബാൽക്കണി പോലെ ഫ്രണ്ട് ആ ഒരു ടഫൺ ഗ്ലാസ് ഉണ്ടോ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നതാണ്. അതുകൂടാതെ ഫ്രണ്ടിലേക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് ഈ ഭാഗം കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റുന്നതാണ്. അങ്ങനൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ ഫുൾ ഇവിടേക്ക് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റി ഒക്കെ ഏരിയയാണ്. പിന്നെ ഈ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നോക്കി അറിയാൻ പറ്റും നമുക്ക് എന്തുമാത്രം മുറ്റമാണ് ഫ്രണ്ടിലുള്ളതെന്ന്. ആ ഒരു
സ്പേസ് നോക്കി അറിയാൻ പറ്റുന്നുണ്ട്. ഫുള്ളി നമുക്ക് വേണമെങ്കിൽ അവിടെ ഗാർഡൻ ആക്കി മാറ്റാം, അല്ലെങ്കിൽ പാർക്കിംഗ് സ്പേസിനുണ്ട് അങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ഫുള്ളായിട്ടും ഒറ്റ സ്ലോപ്പായിട്ട് ചെയ്യാൻ അങ്ങനെ ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഇഷ്ടത്തിന് വേണ്ടി മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ്, നല്ല സ്പേസാണ്. ഈ ചുറ്റാതെ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും നല്ല സ്പേസ്. 24 സെൻറ്റുള്ളത് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഫ്രണ്ട് റോഡാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതായത് പെർ സെൻറ്റ് കോസ്റ്റ് 4 രൂപയ്ക്ക് മുകളിൽ കൂട്ടിയാൽ തന്നെ 1 കോടി രൂപയ്ക്കകത്തായി. പിന്നെ ഉള്ളത് വീടിൻ്റെ പ്രൈസാണ്. അപ്പോൾ അങ്ങനെ കൂട്ടി നോക്കുകയാണെങ്കിൽ ഫുള്ളി റെഡ് ബ്രിക്കിൻ്റെ വീടാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ ലാഭമായിട്ടുള്ള പ്രൈസാണ്. നല്ല ക്വാളിറ്റി ചെയ്തിരിക്കുന്ന വീടാണ്, നല്ല ഫുള്ളി ഫർണിഷ്ഡാണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.